മാസത്തിൽ ഒരു പ്രത്യേക ദിവസമായിട്ട് ലൈലത്തുൽ ഖദർ എന്നുള്ള അവസരമാണ്. അത് 1000 മാസത്തിനേക്കാൾ ഉത്തമമായതാണ്. അത് നമ്മൾ പെട്ടുപോയാൽ 1000 മാസം കൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന കൂടിയാണ്. അതായത് ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ട് ലൈലത്തുൽ ഖദറിന് ഒരു തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടക്കപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കുന്നതാണ് പറയുന്നത് അല്ലേ? ലൈലത്തുൽ ഖദർ എപ്പോഴാണ് കൃത്യം ടൈം അറിയില്ല. ഈ ലൈലത്തുൽ ഖദറിന്റെ ശരിക്കും പ്രത്യേകതകൾ എന്താ? ശരിക്കും ഖുർആൻ അവതരിപ്പിച്ചതാണോ അല്ലെങ്കിൽ റസൂലുള്ളാഹി നിസ്കാരം ഇറങ്ങിയതെന്നാണ്? പിന്നെ വേറെന്താണ്? എന്തിനാണ് നമ്മൾ ഉറങ്ങാതിരുന്ന് ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്നത്? നമുക്ക് ആ ടൈം കിട്ടാൻ വേണ്ടി. അങ്ങനെ എല്ലാ കൊല്ലത്തിലും ഒരു മുതൽ സുബഹി വരെ സുബഹി വരെ ടൈമാണ്. അപ്പൊ എന്നാണ് കൃത്യം പറഞ്ഞിട്ടില്ല. ഒടുവിലത്തെ 10 ഒറ്റ ട്രാവലിങ്ങൾ പ്രതീക്ഷിക്കണം എന്നാ പറയുന്നത്. എല്ലാ കൊല്ലത്തിലും നോമ്പിലുണ്ടാവും ഓരോ ലൈലത്തുൽ ഖദർ. അത് മനസ്സിലാക്കാൻ പറ്റിയ മനുഷ്യരാരെങ്കിലും ഉണ്ടോ? അല്ലെ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കി ചെയ്യാൻ മതി. ഇൻഷാ അല്ലാഹ്. വേറെന്താ ക്ഷീണിച്ചു നോമ്പൊക്കെ നോറ്റിട്ട്? എന്നായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഉസ്താദേ.